ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു വമ്പൻ നീക്കം നടത്തുകയാണ്. ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ ഈ നീക്കം നടത്തുന്നത് പാകിസ്ഥാനോടൊപ്പം ചേർന്നാണ് എന്നുള്ളതാണ് ഇന്ത്യയെ ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. നമുക്കറിയാം, ബംഗ്ലാദേശ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇതിൽ അമേരിക്കയ്ക്കും ഒരു താല്പര്യമുണ്ട്. അതായത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് മുറിച്ചെടുത്ത് ഒരു പ്രത്യേക രാജ്യമാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. നോർത്ത് ഈസ്റ്റും മ്യാൻമറിന്റെ ചില ഭാഗങ്ങളും ചേർത്തുകൊണ്ട് ഒരു ഇവാഞ്ചലിസ്റ്റിക് നേഷൻ, ഇതാണ് ഇവർ സ്വപ്നം കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇന്ത്യക്കെതിരെയും ചൈനയ്ക്കെതിരെയും അമേരിക്കയ്ക്ക് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്. ആ അജണ്ടയ്ക്ക് മേലാണ് ഷെയ്ഖ് ഹസീന രാജിവെക്കേണ്ടി ഒക്കെ വന്നത്. ഷെയ്ഖ് ഹസീന അതിന് കൂട്ടുനിന്നില്ല എന്നുള്ളത് കൊണ്ട് ഷെയ്ഖ് ഹസീന തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നതുമാണ്. ഇതിനായി നമ്മുടെ ഇന്ത്യയുടെ സിലിഗുറി കോറിഡോർ അഥവാ ചിക്കൻ നെക്ക്, നോർത്ത് ഈസ്റ്റിലേക്ക് കടക്കുന്ന ആ ചെറിയ കോഴിക്കഴുത്ത് പോലെ ഇരിക്കുന്ന ആ ഭാഗം മുറിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്താനായി സാധിക്കും. ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ നീക്കം ബംഗ്ലാദേശ് നടത്തുന്നുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉയർന്നിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശിലെ പട്ടാളക്കാർ 1971 ശേഷം പാകിസ്ഥാനുമായിട്ട് വലിയ ബന്ധമൊന്നും പുലർത്തിയിരുന്നില്ല. കാരണം പാകിസ്ഥാൻ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിൽ അടക്കം പടക്കപ്പലുകൾ കൊണ്ട് ഡോക്ക് ചെയ്യട്ടെ, നമുക്ക് ഒരുമിച്ച് സൈനികാഭ്യാസം നടത്താമെന്ന് പറഞ്ഞിട്ട് പോലും ഷെയ്ഖ് ഹസീന അത് വകവെച്ച് കൊടുക്കാത്ത കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. എന്നാൽ ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശും വലിയ രീതിയിൽ അടുക്കുന്നു. പാകിസ്ഥാനിലെ തുറമുഖങ്ങളിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി കപ്പലുകൾ ബംഗ്ലാദേശിലെ തുറമുഖങ്ങളിലേക്ക് വരുന്നു. ആ തുറമുഖങ്ങളിൽ നിന്നും വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള കപ്പൽ എന്ന് പറഞ്ഞ് വലിയ സ്ഫോടക വസ്തുക്കൾ പുറത്തേക്ക് ഇറക്കുന്നു. വലിയ ഭീകരരെ ബംഗ്ലാദേശിലേക്ക് അഴിച്ചുവിടുന്നു. അവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ബംഗ്ലാദേശി മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇന്ത്യ അതിനെതിരെ നിരന്തരമായിട്ടുള്ള നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ ചിക്കൻ നെക്കിന് സമീപമുള്ള ബംഗ്ലാദേശിലെ ഒരു ജില്ലയുണ്ട്. ആ ജില്ലയല്ല, ഒരു പ്രദേശം. ആ പ്രദേശത്തിന്റെ പേര് റംഗ്പൂർ എന്നാണ്. ഈ റംഗ്പൂരിൽ പാകിസ്ഥാനിലെ 4 സൈനിക മേധാവികൾ വന്ന് തമ്പടിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജനുവരി 21 മുതൽ ധാക്കയിലുള്ള പാകിസ്ഥാൻ ആർമിയിലെയും ഇന്റർ സർവീസ് ഇന്റലിജൻസിലെയും ISI മുതിർന്ന ഉദ്യോഗസ്ഥരുടെ 4 അംഗ സംഘമാണ് ഇന്ത്യക്ക് സുരക്ഷ വളരെയധികം വേണ്ട ചിക്കൻ നെക്കിനടുത്തുള്ള റംഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് തമ്പടിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇന്ത്യയുടെയും വടക്ക് കിഴക്കിന്റെ രാജ്യത്തിന്റെയും പടിഞ്ഞാറുള്ള മറ്റ് സംസ്ഥാനങ്ങളെയും വേർതിരിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായിട്ടുള്ള ചിക്കൻ നെക്കിലാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നുള്ള ഒരു ആശങ്കയാണ് ഇന്ത്യക്ക് ഉയർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർ ചിക്കൻ നെക്കിന് അടുത്തുള്ള ആ രംഗ്പൂരിൽ വന്ന് തമ്പടിക്കണം എന്നുള്ള ചോദ്യമാണ് ഇന്ത്യയെ ഇപ്പോൾ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ബംഗ്ലാദേശിലെ റംഗ്പൂർ ജില്ലയും ഇന്ത്യൻ സായുധ സേനയുടെ സൈനിക മേഖലയായ സിലിഗുരിയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 130 കിലോമീറ്റർ മാത്രമാണ്. അതായത് നമ്മുടെ ചിക്കൻ നെക്കിൽ നിന്നും 130 കിലോമീറ്റർ അപ്പുറം ഇപ്പോൾ ബംഗ്ലാദേശിലെ 4 സൈനിക മേധാവികൾ ISIയുടെ ആൾക്കാർ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമാബാദ് സന്ദർശന വേളയിൽ സായുധ സേനാ വിഭാഗത്തിലെ പ്രിൻസിപ്പൽ സ്റ്റാഫ് ഓഫീസറായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ SM കമൽ അൽ ഉസ് ഹസൻ രാജ്യത്തിന്റെ സൈന്യത്തെയും ISIയുടെയും ക്ഷണിച്ചതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശിൽ എത്തിയത് എന്നാണ് ഉന്നത ബംഗ്ലാദേശ് സുരക്ഷാ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വിശദീകരണം ഒന്നും തന്നെ ഇന്ത്യ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും തന്നെ ഇന്ത്യ മുഖവിലേക്ക് എടുക്കുന്നില്ല. പോരാത്തതിന് ഈ ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നിന്നും ഒരു വമ്പൻ സൈന്യം ബംഗ്ലാദേശിലേക്ക് വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ വന്ന് ബംഗ്ലാദേശിലെ സൈനികർക്ക് പരിശീലനം കൊടുക്കാൻ എന്ന് പറഞ്ഞാണ് ഇവർ വരുന്നത്. ഒരു വർഷം അവർ ബംഗ്ലാദേശിൽ തമ്പടിക്കും എന്നുള്ള വാർത്തകളും നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാമായി കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യക്ക് വലിയ ആശങ്ക തന്നെയാണ് ഉയരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഗുരുതരമായിട്ടുള്ള ഒരു സംഘർഷം ഉയർന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യവും നമ്മൾ ഇതിലെടുത്ത് കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ ഒരു ഉഭയകക്ഷി ചർച്ച നടത്തിയത്. ആ ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. ആ ഉഭയകക്ഷി ചർച്ച നടത്തിക്കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് മുഹമ്മദ് യൂനിസിന്റെ മകളായിട്ടുള്ള മോണിക്ക യൂനിസ്. ഈ മോണിക്ക യൂനിസ് അമേരിക്കയിലാണ് താമസമാക്കിയിരിക്കുന്നത്. മോണിക്ക യൂനിസിന് ഹിലറി ക്ലിന്റൺ ഫൗണ്ടേഷനുമായി നല്ല ബന്ധമുണ്ട്. യൂനിസിന്, അതായത് മുഹമ്മദ് യൂനിസിന് അനധികൃതമായി ധാരാളം വായ്പകൾ ഹിലറി ക്ലിന്റൺ ഫൗണ്ടേഷൻ എടുത്തു കൊടുത്തതായി അറിവുണ്ട്. ഈ മോണിക്ക യൂനിസിന് ജോ ബൈഡൻ ഭരണകൂടത്തിൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് മോണിക്ക യൂനിസിനെ കൊടുക്കാനുള്ള ഒരു അന്വേഷണം ട്രംപ് പദ്ധതിയിടുന്നു എന്നുള്ള രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഇന്ത്യ ഇതിനെതിരെയുള്ള കരുക്കൾ നീക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ രംഗ്പൂരിൽ ഇന്ത്യ വലിയ
നിരീക്ഷണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിലിഗുരി കോറിഡോർ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.